നമുക്ക് ഇത്തവണ ഈദ്ഗാഹിന് നക്ഷത്രക്കുന്നിലേക്ക് പോയാലോ? അവിടെ നല്ല രസമായിരിക്കും. വയലറ്റ് ഫോറസ്റ്റിന്റെ ഉള്ളിലൂടെ പോയാൽ പെട്ടെന്നെത്താം. എന്റെ ഉപ്പ പറഞ്ഞു തന്ന എളുപ്പ വഴിയാണത്. എല്ലാവരും എത്തിയില്ലേ? ദാത് വഴിയാണ് നമുക്ക് പോകേണ്ടത്. ഈ വഴി അടഞ്ഞു പോയല്ലോ. ഇനി എന്തു ചെയ്യും? മുമ്പ് വന്നപ്പോ ഈ പാറ ഉണ്ടായിരുന്നില്ല. ദാ, നമുക്ക് ഈ വഴിയിലൂടെ പോയി നോക്കാം. കാട്ടിലൂടെയോ? എനിക്ക് പേടിയാ. പേടിക്കണ്ടെന്നേ, ഒരു കുഴപ്പം ഉണ്ടാവൂല. ദേ, കടുവയുടെ ശബ്ദം. അല്ലാഹുവേ, രക്ഷിക്കണേ. അല്ല, കടുവയെ നീ കണ്ടോ? ഇല്ല, ഞാൻ കടുവയെ കണ്ടില്ല. വെറുതെ പേടിച്ചു. എനിക്ക് പെട്ടെന്ന് തോന്നിയതാ. കാർമേഘം ഇരുണ്ടുകൂടുന്നുണ്ട്. റഫീഖേ, നമുക്ക് വേഗം പോകാം. ആകെ ഇരുട്ടായി. എനിക്ക് പേടിയാവുന്നു. നീ പേടിക്കണ്ടടാ, എന്റെ കൂടെ പോര്. ഹാവൂ, ടോർച്ചുള്ളതുകൊണ്ട് കുഴി കണ്ടു. ഇല്ലെങ്കിൽ കുഴിയിൽ വീണേനെ. ഒരു മാനല്ലേ ആ കിടക്കുന്നത്? നമുക്കതിനെ രക്ഷിച്ചാലോ? എത്രയും വേഗം നമുക്ക് ഈ കാട് കടക്കുകയല്ലേ വേണ്ടത്? ജീവികളോട് കരുണ കാണിക്കണമെന്ന് മുഹമ്മദ് നബി പഠിപ്പിച്ചതല്ലേ? കണ്ടില്ലേ, ഈ വള്ളികൾക്കുള്ളിൽ ഈ മാൻ കുടുങ്ങിക്കിടക്കുകയാണ്. നമ്മൾ ഇതിൽ നിന്ന് അഴിച്ചുവിട്ടാൽ മാൻ രക്ഷപ്പെട്ടോളും. നടന്ന അവസാനം മെയിൻ റോഡിലെത്തി. അതാ, അവിടെയാണ് നക്ഷത്രക്കുന്നിലെ ഈദ്ഗാഹ് നടക്കുന്നത്. അതാ, നമ്മുടെ വീടിനടുത്തുള്ള സമീർക്ക അവിടെ നിൽക്കുന്നു. അസ്സലാമലൈക്കും. നിങ്ങൾ എങ്ങനെ ഇവിടേക്ക് വന്ന്? ഞങ്ങൾ കാട്ടിലൂടെ വന്നേ. അത് അപകടമല്ലേ? കൂടെ ഉപ്പയൊന്നും ഇല്ലാതെ അങ്ങനെ വരരുത് കേട്ടോ. തിരിച്ചു പോകുമ്പോൾ എന്റെ കൂടെ കാറിൽ പോവാം. ഇൻഷാ അല്ലാഹ്. പെരുന്നാൾ എന്നത് പുതിയ വസ്ത്രം ധരിക്കൽ മാത്രമല്ല, പ്രതിസന്ധികളെ ധൈര്യത്തോടെ നേരിടലും സഹജീവികളോട് കരുണ കാണിക്കലുമാണ്. എങ്ങനെയുണ്ടായിരുന്നു നിങ്ങളുടെ ഇത്തവണത്തെ പെരുന്നാൾ? നല്ല സൂപ്പർ പെരുന്നാളായിരുന്നു.